ഇങ്ങനെ നമ്മൾ 9 1 തൊട്ട് 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പഠിച്ചു. അതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയത് 9 ഇൻറ്റു എ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ കിട്ടുന്ന ഉത്തരത്തിന്റെ ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് a-1ഉം രണ്ടാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 9 - a-1 ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ കാണാൻ പോകുന്നത് 9ന്റെ 1 തൊട്ട് 10 വരെ എന്നല്ല, ഏതൊരു നമ്പർ തന്നാലും എങ്ങനെയാണ് 9 കൊണ്ട് ഇൻറ്റു ചെയ്യുക എന്നതിന്റെ ഒരു ഷോർട്ട് കട്ടാണ്. ഇതുപോലെ തന്നെ ഒരു ഇക്വേഷൻ കോമൺ ആയിട്ട് ഏത് സംഖ്യ വന്നാലും എങ്ങനെ 9 കൊണ്ട് ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനാൽ ആദ്യം തന്നെ നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. ആദ്യത്തെ ഡിജിറ്റ് a-1 അങ്ങനെ തന്നെ, രണ്ടാമത്തെ ഡിജിറ്റ് 9 - a - +1 അല്ലേ. ഇതെന്ന് പറയുന്നത് എന്താണ്? 9 + 1 10 - a. അതായത് 9 ഇൻറ്റു എയുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. a-1 ആയിട്ട് ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ് 10 - a. ഇതാണ് 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന് നമ്മൾ കണ്ട ഇക്വേഷൻ. ഇനി ഇതേപോലെ തന്നെ 11 തൊട്ട് 20 വരെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് a-2 ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ് 20 - a എന്നായിരിക്കും. അതുപോലെ നമ്മൾ ചെയ്ത് 81 to 90 വരെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് a-20 വന്നപ്പോൾ 2 ആയിരുന്നു. അപ്പോൾ 90 വരുമ്പോൾ 9. 20 വരെയുള്ള നമ്പേഴ്സിന് 20 ആയിരുന്നു. അപ്പോൾ 90 വരെയുള്ള നമ്പേഴ്സിന് 90 - a ഇങ്ങനെയായിരുന്നില്ല. അതായത് നമ്മൾ ഇതിൽ നോക്കിയെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇതിൽ ഏത് സംഖ്യ തന്നാലും ആ സംഖ്യകളും തൊട്ടു മുകളിലുള്ള 10ൽ ഡിവൈസിബിൾ ആയുള്ള നമ്പർ ഏതാണോ ആ നമ്പർ -a ആയിരിക്കും രണ്ടാമത്തെ ഡിജിറ്റ്. അതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ 10ൽ ഡിവൈസിബിൾ ആയിട്ടുള്ള നമ്പറിന്റെ വൺസിന്റെ പ്ലേസ് കളഞ്ഞ് ബാക്കിയുള്ള സംഖ്യ എത്രയാണോ ആ സംഖ്യയിൽ നിന്ന് a മൈനസ് ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഏതൊരു സംഖ്യ തന്നാലും 9 ഇൻറ്റു a എന്ന് ഏതൊരു സംഖ്യ തന്നാലും നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. രണ്ടാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ നമ്പറിനാളും തൊട്ടുമുകളിൽ 10ൽ ഡിവിസിബിൾ ആയ നമ്പർ ഏതാണോ. നെക്സ്റ്റ് നമ്പർ ഡിവൈസിബിൾ ബൈ 10 മൈനസ് ആ നമ്പർ a ആയിരിക്കും സെക്കൻഡ് ഡിജിറ്റ്. ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ 10ൽ ഡിവിസിബിൾ ആയ നമ്പറിന്റെ വൺസിന്റെ പ്ലേസ് കളഞ്ഞ് ബാക്കിയുള്ള ഭാഗം ആണ് എയിൽ നിന്ന് കുറയ്ക്കുന്നത്. സോ a മൈനസ് നെക്സ്റ്റ് നമ്പർ ഡിവൈസിബിൾ by 10 except its ones digit. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കൊരു 1 ഡിജിറ്റ് നമ്മൾ ചെയ്ത് നോക്കാം. 9 ഇൻറ്റു 8. ഇവിടെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് 8-നാളും തൊട്ടു മുകളിലുള്ള 10ൽ ഡിവിസിബിൾ ആയ നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. 10 - 8 ഫസ്റ്റ് ഡിജിറ്റ് 8 മൈനസ് ഇതിന്റെ വൺസിന്റെ പ്ലേസ് കാണിക്കുന്നത് 1. സോ 8 - 1 7, 10 - 8 2. 72 will be the answer. അടുത്തത് നമുക്കൊരു 2 ഡിജിറ്റ് നമ്പർ ചെയ്ത് നോക്കാം. 9 ഇൻറ്റു 27. 27 എന്ന് പറയുമ്പോൾ അതിനാണ് തൊട്ടു മുകളിൽ 10ൽ ഡിവിസിബിൾ ആയ നമ്പർ എന്ന് പറയുന്നത് 13 ആയിരിക്കും. -27 ഫസ്റ്റ് ഡിജിറ്റ് 27 മൈനസ് വൺസിന്റെ പ്ലേസ് വന്നിട്ട് 3. ഇത് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ 7ഉം 10ഉം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ 30 - 27 എന്ന് പറഞ്ഞാലും 10 - 7 എന്ന് പറഞ്ഞാലും ഉത്തരം സെയിം ആണ്. അപ്പോൾ 3 ആയിരിക്കും ഉത്തരം. 27 - 3 എത്രയായിരിക്കും? 26, 25, 24. 24. So the answer will be 243. അടുത്ത നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ ചെയ്ത് നോക്കാം. 9 ഇൻറ്റു 2 74. ഇവിടെ സെക്കൻഡ് ഡിജിറ്റ് വരുമ്പോൾ 218 - 274 ആയിരിക്കും. ചെയ്യാനായിട്ട് വഴി പറഞ്ഞു. 10ഉം
10ഉം ഇവിടുത്തെ വൺസിന്റെ പ്ലേസിൽ നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മതി. സോ 10 - 4 എത്രയായിരിക്കും? 6 ആയിരിക്കും. ഈ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ ചെയ്താലും മതി. a - 274 മൈനസ് 280 ഉണ്ട്. വൺസിന്റെ പ്ലേസിലാകുമ്പോൾ എത്രയായിരിക്കും? 28 മാത്രം ഉണ്ടായിരിക്കും. 274 മൈനസ് 28 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടാം? 4ൽ പോയില്ല, കടം വാങ്ങി. 14ഉം ഇവിടെ 6 മതി. 14 8 കുറച്ച് എത്രയാണ്? 13 12 11 10 9 8 7 6 6 ആയിരിക്കും. 6ൽ 2 കുറച്ച 4 ആണ്. 2 നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 246 പിന്നെ ഈ 6ഉം കൂടി. സോ 2466 ആയിരിക്കും നമ്മുടെ ഉത്തരം. അടുത്തത് ഒരു വലിയ സംഖ്യ നമുക്ക് ചെയ്ത് നോക്കാം. 9 × 63942 ഇവിടെ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു, സൂത്രവാക്യം പറഞ്ഞു, സെക്കൻഡ് ഡിജിറ്റ് കാണാനായിട്ട് ഇവിടെ 27 ആണെങ്കിൽ എന്തായിരിക്കും? 13 ആയിരിക്കും. അപ്പൊ 10ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് ചെയ്താൽ മതി. സോ സെക്കൻഡ് ഡിജിറ്റ് വിൽ ബി 3. ഇനി ഇവിടെ a മൈനസ് ആണ്. അപ്പൊ ആദ്യം a എഴുതാം. 63942 മൈനസ് നമുക്കറിയാം 13 ആണ് വരുന്നത്. വൺസിന്റെ പ്ലേസ് കാണുന്നത് എത്രയാണ്? 3 മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഇവിടെ വരുന്നത് ഡിജിറ്റിന്റെ നമ്മൾ കുറവായിരിക്കും. സോ 6 3 9 4 27 പകരം 13 ആണ്. അപ്പോൾ 3 മാത്രമാണ് നമുക്ക് ആവശ്യം. 7 കുറച്ച് 4 2 പോയ 12 12 4 11 10 9 8 8 ആയിരിക്കും. 3 ഓട്ടോമാറ്റിക് 30 ഇവിടെ 8 ആയി. 13 കുറച്ച് 4 8 3 കുറച്ച് 5 3 പോയ 30 5 36 കുറച്ച് 7 5. The answer will be 5 7 5 4 8 4. Okay, അപ്പോൾ മൊത്തം നോക്കുമ്പോൾ 5 7 5 4 8 4 3 ഇതായിരിക്കും നമ്മുടെ ഉത്തരം. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. 9 × 7 9 3 4 6 5 7 9 2 6 ഇങ്ങനെയൊരു സംഖ്യ തന്നാൽ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 6ന് ഇവിടെ 26 ആണെങ്കിൽ 30 ആയിരിക്കും. സോ 6ന് 10 കുറച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 4 ആയിരിക്കും. ലാസ്റ്റ് നമ്പർ വന്നത് 4 ആയിരിക്കും. ഓക്കെ, ഈ ഫസ്റ്റ് ഡിജിറ്റ് കാണാനായിട്ട് 7 9 3 4 6 5 7 9 2 6 അടുത്ത സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്നായിരിക്കും 7 9 3 4 6 5 7 9 26 13 ആക്കി. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? 3 ആണ് വരാം. 0 നമുക്ക് എഴുതുന്നത് ആവശ്യമില്ല. 6 കുറച്ചാൽ 3 ആയിരിക്കും. 2 കുറക്കാൻ സാധിക്കില്ല, കാരണം 9 ആയി 12 ആയി 8 ആയി. 2 കുറച്ച് 3 ആണ്. 8 കുറച്ച് 1 ആണ്. 7 5 കുറച്ച് 2 ആണ്. 5 15 ആയി 5 ആയി. 56 കുറച്ച് 9 ആയിരിക്കും. 5 കുറച്ച് 1 ആണ്. 4 3 കുറച്ച് 1 ആണ്. 3 9 2 ഇല്ല, കാരണം 13 ഇവിടെ 8 ആയി. 39 കുറച്ച് 4 ആണ്. 8 7 കുറച്ച് 1 ആണ്. 7 7 1 4 1 1 9 2 1 3 3 പിന്നെ ഈ 4 ഇതായിരിക്കും നമ്മുടെ ഉത്തരം. ഇതുപോലെ 9ന്റെ ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും എത്ര വലിയ സംഖ്യയുടെ ആയാലും നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും.